വെറുക്കപ്പെടേണ്ട പേരുകേട്ട ഒരു കണക്കക്കാരനാണ്. അത് ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. ഞാൻ നന്നായി പണങ്ങും, ചുമ്മാ പണങ്ങും. ചിലപ്പോൾ ഒരു ന്യായവും ഉണ്ടാകത്തില്ല. ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ജയരാജന്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എൻ്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി 11 മണി വരെ. ഒരു പരിപാടിക്കിടെ നടനും BJP MP-യുമായ സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണിവ. അതായത് താൻ പേര് കേട്ട വെറുക്കപ്പെടേണ്ട ഒരു പിണക്കക്കാരനാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഒരു ന്യായവും ഇല്ലാതെ പിണങ്ങുമെന്നും ഉണ്ണാതെ എത്രയോ വട്ടം സെറ്റിൽ ഇരുന്നിട്ടുണ്ട് എന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത്. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ജയരാജന്റെ സിനിമ ചെയ്യുന്ന സമയത്ത് രാവിലെ ഹോട്ടലിൽ നിന്നും തന്റെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിച്ച ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ആ സെറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കാതെ രാത്രി 11 മണി വരെ ഇരുന്നിട്ടുണ്ടെന്നും കാരണം ഊണിന്റെ കൂടെ തനിക്ക് പഴം തന്നില്ല എന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത്. പഴം കിട്ടാതെ വന്നപ്പോൾ പ്രൊഡക്ഷനിലെ പയ്യനോട് പഴം ആവശ്യപ്പെട്ടപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ അയാൾ പറഞ്ഞുവെന്നും അത് കേട്ടയുടൻ തനിക്ക് ദേഷ്യം വന്നുവെന്നും സുരേഷ് ഗോപി പറയുന്നു. അപ്പോൾ തന്നെ കഴിക്കാനെടുത്ത ചോറിൽ നിന്നും കൈയെടുത്ത് താൻ എണീറ്റു. അങ്ങനെയെങ്കിൽ തനിക്ക് ഇനി പഴം വന്നിട്ട് മതി ഊണെന്നും പറഞ്ഞു. താൻ മാത്രമല്ല തന്റെ ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ജയറാമും മറ്റുള്ളവരും ഇറങ്ങിയെന്നും അന്ന് സമരം പ്രഖ്യാപിച്ചുവെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത്. വൈകുന്നേരം വരെ തനിക്ക് പഴം വന്നില്ല, അതുകൊണ്ട് ഇനി ആ സെറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു. കാരണം നിർമ്മാതാവിന്റെ നിഷേധവും അതിൽ പ്രകടമായി കാണാമായിരുന്നു എന്നും സുരേഷ് ഗോപി പറയുന്നു. ഞാൻ പേരുകേട്ട വെറുക്കപ്പെടേണ്ട പേരുകേട്ട ഒരു കണക്കക്കാരനാണ്. അത് ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. ഞാൻ നന്നായി പണങ്ങും, ചുമ്മാ പണങ്ങും. ചിലപ്പോൾ ഒരു ന്യായവും ഉണ്ടാകത്തില്ല. ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ജയരാജന്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എൻ്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി 11 മണി വരെ പൈതൃകം. കാരണം എന്താ? പഴം വെച്ചില്ല ഊണിന്റെ കൂടെ. ഞാനല്ല കേട്ടോ. ഉടനെ നിങ്ങൾ ചിരിച്ചതങ്ങ് എന്റെ നെഞ്ചത്തോട്ട് ചാർത്താതെ. ജയറാമാണെന്ന് പറഞ്ഞു. വേണമെങ്കിൽ പരസ്യ വിചാരണയ്ക്ക് ഞാൻ തയ്യാറാണ്. ജയറാമെന്ന് പറഞ്ഞു. മണിയമ്പിള്ള രാജു കൂട്ടും പിടിച്ചു. പഴം തന്നില്ല. ഈ പ്രൊഡ്യൂസർ ഇങ്ങനെ ഒരു പഴം ചോദിച്ചപ്പോൾ പറയുക വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ പ്രൊഡക്ഷൻ ബോയ് പറഞ്ഞു. ഞാൻ ചോറിട്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇനി പഴം വന്നിട്ട് മതി ഊണെന്ന് പറഞ്ഞ് എഴുന്നേറ്റത്. എല്ലാവരും എൻ്റെ കൂടെ ഇറങ്ങി അന്ന് സമരം പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞു ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല. കാരണം വൈകുന്നേരം വരെയും പഴം വന്നില്ല. അപ്പൊ ആ പ്രൊഡ്യൂസറുടെ നിഷേധം അതിനകത്തുണ്ടായിരുന്നു. എന്നാ അവന്മാരിനി കുറച്ചു ദിവസം ചോറുണ്ടല്ലോ, ലാഭം എനിക്കാണ് എന്ന് വിചാരിച്ച പ്രൊഡ്യൂസറുണ്ട്. സുരേഷ് ചിരിക്കാതെ സൂഹിക്കുന്നില്ല. സുരേഷിന് ഇരട്ട സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കളിയാക്കുന്നത്. വർക്കലക്കാരന്, കൊല്ലംകാരനല്ല, തിരുവനന്തപുരം ജില്ലയാണ്. വർക്കലയാണ്. അല്ലല്ല, ഹംസ പറഞ്ഞത് പ്രൊഡ്യൂസർ കൊല്ലംകാരനാണെന്ന് പറഞ്ഞ അതെടുത്ത് എന്റെ തലയിലോട്ട് വെച്ചതാണ്. നടക്കില്ല. ഇനി അങ്ങനെ പറഞ്ഞാലും ഞാൻ കൊല്ലംകാരനല്ല, ഞാൻ ആലപ്പുഴക്കാരനാണ്, ഞാൻ കുട്ടനാട്ടുകാരനാണ്. കാവാലത്തിന്റെ അനന്തരവനാണ് ഞാൻ. കാവാലം നാരായണ പണിക്കരായാലും അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിന്റെ അനന്തരവനാണ് ഞാൻ. ഞാൻ കൊല്ലംകാരൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ അവിടെ ആലപ്പുഴ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആലപ്പുഴയിൽ തന്നെ ജനിച്ച് ഏതാണ്ട് 2-2.5 വയസ്സ് വരെ കുട്ടനാട്ടില് അരയൊപ്പം വെള്ളത്തിൽ ഉതളങ്ങ കൂട്ടങ്ങളുമായിട്ട് തത്തിക്കളിച്ച ഒരു പയ്യനാണ്. അവിടുന്ന് പിന്നെ ആ ഉതളങ്ങ കണ്ട് പേടിച്ച് അച്ഛൻ എടുത്തുകൊണ്ട് ഓടിയതാണ് കൊല്ലത്തേക്ക്. അങ്ങനെ കൊല്ലംകാരനായതാണ്. പഠിച്ചതെല്ലാം കൊല്ലത്താണ്. ഇന്ന് നിങ്ങൾക്ക് എന്നെ ലഭിക്കുന്ന എല്ലാം ഇഷ്ടമല്ല എങ്കിലും കൂടുതലുകളുള്ള എന്നെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് കൊല്ലത്തെ അന്തരീക്ഷമാണ്. നല്ല സുഹൃത്തുക്കൾ, വഴിതെറ്റി പോകാതെ, വഴിതെറ്റിച്ച് കൊണ്ടുപോകാതെ നല്ല സുഹൃത്തുക്കളെ, നല്ല ഗുരുക്കന്മാർ. അത് ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും ഫാറ്റിമ മാതാ നാഷണൽ കോളേജ് ആയാലും എൻ്റെ ഗുരുക്കന്മാരെല്ലാം നല്ല
തങ്ക കട്ടികളാണ്. തങ്കം എന്ന് പറയാൻ എനിക്ക് ഭയങ്കര പേടിയായി. അതും ഇനി ചെമ്പിലാണോ പൊതിഞ്ഞത് എന്നൊക്കെ ചോദിച്ചു വരുന്നവന്മാരുണ്ടാവും. എന്തായാലും പൈതൃകം സിനിമയിലെ അനുഭവ കഥകൾ പറഞ്ഞ് വേദിയെ കുടുകുടാ ചിരിപ്പിച്ചാണ് സുരേഷ് ഗോപി മടങ്ങിയത്. രസകരമായ മറുപടികളും സുരേഷ് ഗോപി വേദിയിൽ പറയുന്നുണ്ട്. താനൊരു കൊല്ലംകാരനാണെന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ടെന്നും അമ്മ വഴി താനൊരു കുട്ടനാട്ടുകാരനാണെന്നും അദ്ദേഹം പറയുന്നു. 2 വയസ്സുവരെ കുട്ടനാട്ടിൽ തന്നെയാണ് ജീവിച്ചത്. അവിടെ നിന്നാണ് കൊല്ലത്തേക്ക് പോകുന്നത്. ആളുകൾക്ക് ഇന്നും തന്നോട് ഇഷ്ടക്കൂടുതലുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം കൊല്ലത്തെ ജീവിതവും പിന്നെ നല്ല സുഹൃത്തുക്കളും തന്നെയാണെന്നും അതുപോലെ മികച്ച അധ്യാപകരുടെ ശിക്ഷണവും ലഭിച്ചുവെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നുണ്ട്. തന്റെ അധ്യാപകരെല്ലാം തനി തങ്കമാണ്. തങ്കമെന്ന് പറയാൻ തനിക്കിപ്പോൾ പേടിയാണെന്നും അത് ചെമ്പിലാണോ പൊതിഞ്ഞതെന്ന് ചോദിച്ചു വരുന്നവർ ഉണ്ടാകാമെന്നും പഴയ വിവാദങ്ങൾക്ക് പോലും മറുപടി പോലെയാണ് സുരേഷ് ഗോപി സംസാരിച്ചത്. 1993 ജയരാജ് സംവിധാനം ചെയ്ത ബി ശ്രീകണ്ഠൻ വർക്കല നിർമ്മിച്ച ചിത്രമാണ് പൈതൃകം. സുരേഷ് ഗോപി, ജയറാം, നരേന്ദ്രപ്രസാദ്, മണിയൻപിള്ള രാജു തുടങ്ങിയ താരങ്ങൾ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേസമയം സിനിമയില്ല എങ്കിൽ താൻ ചത്തുപോകുമെന്നും അഭിനയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് അനുവാദം ചോദിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു. ഏതാണ്ട് 22 സിനിമകളുടെ സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആർത്തിയോട് സമ്മതിച്ചിട്ടുണ്ട്. ഇനി എത്ര പടം ചെയ്യാനുണ്ടെന്ന് അമിത്ഷാ ചോദിച്ചപ്പോൾ 22 ചെയ്യണമെന്ന് താൻ പറഞ്ഞു. അത് കേട്ട അമിത്ഷാ പേപ്പർ കെട്ടെടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചുവെന്നും പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ സെപ്റ്റംബർ 6 ജോലി ചെയ്യാനായിട്ട് ഇങ്ങ് പോരുമെന്നും മന്ത്രിസഭയിൽ നിന്നുള്ള 3-4 പേര് വരും. അവർക്ക് വേണ്ടത് താനോ നിർമ്മാതാവോ നൽകണം. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് ഉറങ്ങാൻ മുറി കൊടുക്കണം. അതല്ല എങ്കിൽ ഡൽഹിയിലേക്ക് ഷൂട്ടിംഗ് മാറ്റി വെക്കേണ്ടി വരുമെന്നും സുരേഷ് ഗോപി പറയുന്നു. താൻ ഈ പണികളെല്ലാം ചെയ്തുകൊണ്ട് സിനിമകൾ ചെയ്യാൻ തയ്യാറാകുന്നില്ലേ? തനിക്കത് എന്ത് വലിയ ജോലിയാണ്. ഇതൊക്കെ ചെയ്യണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ എന്നും സുരേഷ് ഗോപി പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.